ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ് ഹിന്ദി ഹൃദയഭൂമി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ അവർക്ക് വലിയൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ വിജയിച്ചത് കോൺഗ്രസ് ആണ്. എന്നാൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം മാത്രം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ വലിയ വിജയമാണ് ബി.ജെ.പി സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ കരുത്തിൽ ഒന്നായി എടുത്തു പറയുന്ന ഒരു ഘടകമാണ് ഹിന്ദി ഹൃദയഭൂമി. എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ബി.ജെ.പിക്ക് ഇത്തവണ വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു സർവേ ഫലം പുറത്തു വരുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സർവേ ഫലം ബി.ജെ.പിക്ക് എതിരായി വന്നാൽ അത് കോൺഗ്രസിന്റെ സർവേ ഏജൻസികളാണ് എന്നും അല്ലെങ്കിൽ ബി.ജെ.പിയോട് വിരോധമുള്ള ആരെങ്കിലും ഉണ്ടാക്കി തീർക്കുന്ന സർവേ ഫലം എന്നാണ് ബി.ജെ.പിക്കാർ പൊതുവെ പറയാറുള്ളത്. എന്നാൽ ഇപ്പോൾ ബി.ജെ.പിയുടെ ആഭ്യന്തര സർവേയിൽ നിന്ന് തന്നെ പറയുകയാണ് ബി.ജെ.പിക്ക് ഇത്തവണ ഉത്തരേന്ത്യയിൽ വിജയം ആവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത്. അതിൽ എടുത്തു പറയുന്ന സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളാണ്. അതിലൊന്ന് രാജസ്ഥാൻ, മറ്റൊന്ന് മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ തുടങ്ങിയ 4 സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് ഇത്തവണ വിജയം ആവർത്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ആഭ്യന്തര സർവേ റിപ്പോർട്ട് തന്നെയാണ്. മറ്റേതെങ്കിലും സർവേ അല്ല ഇങ്ങനെ പറയുന്നത്. ബി.ജെ.പിയുടെ ആഭ്യന്തര സർവേ റിപ്പോർട്ടിൽ തന്നെ ഈ 4 സംസ്ഥാനങ്ങളിലും ബി.ജെ.പിക്ക് വലിയ ചലനമുണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ ആഭ്യന്തര സർവേ പറയുന്നത്. ഇതിൽ രാജസ്ഥാൻ എന്ന് പറയുന്നത് ഇത്തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ താഴെ ഇറക്കി ബി.ജെ.പി അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ പോലും ബി.ജെ.പിക്ക് വിജയം ആവർത്തിക്കാൻ കഴിയില്ല. രാജസ്ഥാൻ, ഹരിയാന, ബീഹാർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഇത്തവണ മത്സരം കടുക്കുമെന്നും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വിജയം നേടാൻ കഴിയില്ല എന്നും എന്തിന് വിജയം ആവർത്തിക്കാൻ പോലും ബി.ജെ.പിക്ക് കഴിയില്ല എന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ബി.ജെ.പിക്ക് വിജയം ആവർത്തിക്കാൻ കഴിയില്ല എന്ന് ബി.ജെ.പിയുടെ ആഭ്യന്തര സർവേ തന്നെ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി.ജെ.പി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം സ്ഥാനാർത്ഥികളെ കൃത്യമായി നിർണ്ണയിക്കാൻ ഈ സ്ഥലങ്ങളിൽ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി.ജെ.പി വിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ എത്തിയ നേതാക്കളടക്കം പറഞ്ഞൊരു കാര്യമാണ് ബി.ജെ.പി രാഷ്ട്രീയ ആലിയായി മാറുന്നുവെന്നും പണമുള്ളവന് സീറ്റ് ലഭിക്കുന്ന ഒരു സംഭവമായി അല്ലെങ്കിൽ ഒരു പാർട്ടിയായി ബി.ജെ.പി മാറുന്നുവെന്നും ബി.ജെ.പിയുടെ ആശയങ്ങൾ പോലും ബി.ജെ.പി പണയപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ബി.ജെ.പിയിൽ നിന്ന് സമീപകാലത്തായി പടിയിറങ്ങിയ നേതാക്കൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ബി.ജെ.പിയുടെ ആഭ്യന്തര സർവേയിലും പറയുന്നത്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി നിർണയം പാളിയിരിക്കുന്നു. അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ ഇത്തവണ വിജയം ആവർത്തിക്കാൻ ബി.ജെ.പിക്ക് സാധിക്കില്ല എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ആഭ്യന്തര സർവേ റിപ്പോർട്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.